എവിടെ? ഇത് നെന്മാറ അയിലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ. ഇന്നലെ വരെ അതിദരിദ്രനായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണന്റെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറിയെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചപ്പോ ചേട്ടൻ വന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. കണ്ടോ, ഇതാണ് ബാത്റൂം. ഇവിടെ തന്നെയാണ് അദ്ദേഹം കിടക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഷെഡില് അതിന്റെ അടിയിലൂടെയൊക്കെ പാമ്പ് കയറലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. അത് കുടിവെള്ളം നിന്ന ശേഷം അവിടെ ആക്കിയത്. അതുവരെ അവിടെ തന്നെ ആയിരുന്നു. അവിടെ കിടക്കാൻ ഒരു പേടി തോന്നിട്ട്. വീട്ടിലെന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ടോ? ആധാർ കാർഡൊക്കെ ഉണ്ടോ? ഇല്ല. റേഷൻ കാർഡോ? ഇല്ല. റേഷൻ ഒന്നും വാങ്ങാറില്ലേ? റേഷനൊന്നും വാങ്ങാറില്ല. ഈ വീട്ടിൽ അതിദരിദ്രരില്ലാത്ത കേരളമായപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം. ഈ വീട്ടിൽ ഒരൊറ്റ മുറി വീടാണ്. അടുക്കളയില്ല, ഭക്ഷണം കഴിക്കാൻ മറ്റു പാത്രങ്ങളൊന്നുമില്ല. അത് അതിദരിദ്രരായിരുന്ന സമയത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ആകപ്പാട് ഇവിടെ വരുത്തിയൊരു മാറ്റം ഈ മേൽക്കൂര മാറ്റി എന്നുള്ളതാണ്. ആസ്ബറ്റോസ് മാറ്റി ഒരു ഷീറ്റാക്കി. അതിനുശേഷം പഞ്ചായത്ത് ഒരു കട്ടിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കട്ടിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല. ഈ വീടിന്റെ വാതിലാണ്. ഇതിങ്ങനെ പൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമല്ല. കഴിഞ്ഞ തവണ ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒരു ഷെഡ് ഒരു ട്രസ്റ്റിന്റെ സഹായത്തോട് വെച്ചു കൊടുത്തത് മാത്രമാണ് ഇവിടെയുള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഈ ഷെഡിനെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി കേവലം 2-3 ദിവസം മുമ്പ് വന്ന് മേൽക്കൂരയിലെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി അകത്തൊരു ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്യാതെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കട്ടിലിനെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതല്ലാതെ യാതൊരു സഹായവും ഉണ്ണികൃഷ്ണന് ചെയ്തു കൊടുത്തിട്ടില്ല ഗവൺമെന്റ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം വരെ കണക്ഷൻ കട്ട് ചെയ്ത് 6 മാസമായിട്ടും കുടിവെള്ളമില്ലാതെ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് കുപ്പിയിൽ വെള്ളം ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം കുടിക്കുന്നത് ഉൾപ്പെടെ ചെയ്യുന്നത്. അവന്റെ ജീവിതം അങ്ങനെ കുടിവെള്ളവുമില്ല, ഭക്ഷണവുമില്ല, അടുക്കളയില്ല, വെളിച്ചവുമില്ല, ഒന്നുമില്ലാത്തുള്ളൊരു ജീവിതമാണ് അവന്റെ. അതിന് ഈ കടകളില് ചായക്കട, എന്താണ് മിന്റെ വീട്ടില് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനുള്ള ജീവിതം അല്ലാണ്ട് അവര് കൊടുക്കണ ഭക്ഷണം അല്ലാണ്ട് വേറെ ആരും കൊടുക്കണില്ല. ഉണ്ണികൃഷ്ണന്റെ ഈ വീട്ടിൽ ഒരു കറന്റ് കണക്ഷൻ ഇല്ല. ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടേക്ക് കറന്റിന്റെ കണക്ഷനോ മീറ്ററോ ഒന്നും എത്തിച്ചിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ, താമസിക്കുന്ന സ്ഥലത്ത് കട്ടിൽ വരികയും മേൽക്കൂര മാറുകയും ചെയ്തപ്പോൾ താൻ അതിദരിദ്രനല്ലാതായെന്ന സന്തോഷത്തിലാണ് ഉണ്ണിയേട്ടൻ. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് വെറും ഒരു മേനി പറച്ചിലാവരുത്. ഇങ്ങനെയുള്ള സാധാരണക്കാരന്റെ ജീവിതത്തിലൊക്കെ കാര്യമായ മാറ്റം അതുകൊണ്ട് വരണമെന്നാണ് ആഗ്രഹം. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.